ഈ ഡീറ്റൂറിൽ വന്ന എൻ്റെ ഒരു വീഡിയോവിൻ്റെ താഴെ, അത് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ മൊഹിദ്ദീമാലയെ പറ്റി പറയുന്ന വീഡിയോ, ഒരു പ്രേക്ഷകൻ ഒരു ആക്ഷേപം ഉന്നയിച്ചിട്ട് എനിക്ക് ഹിദായത്ത് ഇല്ല. ഹിദായത്ത് എന്നുള്ള അറബി വാക്കിന് സന്മാർഗം എന്നാണ് അർത്ഥം. അപ്പോൾ അദ്ദേഹം ഉദ്ദേശം എന്ന് വെച്ചാൽ എനിക്ക് ഇസ്ലാം മതത്തിൽ വിശ്വാസമില്ല. അത് സത്യമാണ്. അപ്പോൾ മുസ്ലിങ്ങളുടെ വിശ്വാസം അനുസരിച്ച് ഒരാൾക്ക് ഹിദായത്ത്, നേർമാർഗം തന്നെ കിട്ടില്ല. അത് ദൈവത്തിൻ്റെ അനുഗ്രഹമായിട്ട് കിട്ടണം. അപ്പോൾ ഞാൻ ഈ പ്രേക്ഷകനോട് ചോദിക്കുന്നത്, ദൈവം എനിക്കത് തരാതിരുന്നാൽ ഞാൻ എന്ത് ചെയ്യും? അതിന് കുറ്റം എനിക്കല്ലല്ലോ, ദൈവത്തിനല്ലേ. ഇയാൾ ഇതൊക്കെ വായിക്കുകയും പഠിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്, എനിക്ക് നേർമാർഗം, സന്മാർഗം ഇല്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ പഠിച്ച മതമനുസരിച്ച് ഇത് ദൈവത്തിൻ്റെ ഒരു ദാനമാണ്. അപ്പോൾ ഖുർആനിൽ 2-ാമത്തെ അധ്യായത്തിൽ സൂറത്തുൽ ബഖറ അതിൽ പറയുന്നുണ്ട്. അതായത് അള്ളാഹു ചില ആളുകളുടെ കണ്ണുകൾക്ക് മുകളിലും കാതുകൾക്ക് മുകളിലും ഹൃദയങ്ങൾക്ക് മുകളിലും മുദ്ര വെച്ചിട്ടുണ്ട്. ഖതമല്ലാഹു അലാ ഖുലൂബിഹിം വഅലാ സംഹിഹിം വഅലാ അബ്സാരിഹിം. അവരുടെ ഹൃദയങ്ങളുടെ മേലും അവരുടെ കണ്ണുകളുടെ മേലും കാതുകളുടെ മേലൊക്കെ അള്ളാഹു മുദ്ര വെച്ചിരിക്കുന്നു എന്നാണ്. അതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു പ്രസ്താവനയാണ് ഖുർആനിലെ. അതായത് നേർമാർഗം, സന്മാർഗം കിട്ടണമെങ്കിൽ അത് അള്ളാഹു അനുഗ്രഹിച്ച് തരുക തന്നെ വേണം. അപ്പോൾ അള്ളാഹു എന്തുകൊണ്ടാണ് എനിക്ക് അനുഗ്രഹിച്ച് തരാത്തതെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. ഈ പറഞ്ഞ് എനിക്ക് ഹിദായത്തില്ല എന്നുള്ളത് ശരിയാണ്, നേർമാർഗം ഇല്ല. നേർമാർഗം അതാണെന്നാണ് അദ്ദേഹം വിചാരിക്കുന്നത്. അതായത് ഇസ്ലാം മതത്തിൽ വിശ്വസിക്കാത്ത ഒരാളും നേർമാർഗത്തിലല്ല എന്നുള്ള വിശ്വാസം കൊണ്ട് അങ്ങനെ പറയുന്നത്. അങ്ങനെ വിശ്വസിക്കാനും പറയാനും അദ്ദേഹത്തിന് സ്വാതന്ത്ര്യമുണ്ട്, എന്നെ വിമർശിക്കാൻ അദ്ദേഹത്തിന് സ്വാതന്ത്ര്യമുണ്ട്. എൻ്റെ മറുപടി ഇതാണ്. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിക്കുന്നത്, ഇത് ഒരു വ്യക്തിയുടെ സ്വന്തമായ ഉത്തരവാദിത്തത്തിന് വരുന്നതല്ല എന്ന വിധിവിശ്വാസം ഇസ്ലാമിലുണ്ട്. ഞാനങ്ങനെ പഠിച്ചിട്ടുണ്ട്, എന്നെങ്ങനെ പഠിപ്പിച്ചിട്ടുണ്ട്. ഒരാൾ ഗർഭത്തിലൂറി 4 മാസം ആകുമ്പോഴേക്ക് അയാളുടെ ആയുസ്, അയാളുടെ ആരോഗ്യം, അയാളുടെ ധാർമ്മിക നിലവാരം എല്ലാം ദൈവം നിശ്ചയിച്ചു എന്നാണ്. അപ്പോൾ നമ്മൾ കള്ളു കുടിക്കണമെന്നോ കക്കണമെന്നോ ഒരാളെ കുത്തിക്കൊല്ലണമെന്നോ വിധിയുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടി വരും. അങ്ങനെ അല്ല വിധി. നമ്മൾ കക്കുമില്ല, കളവ് പറയില്ല, ആളെ വഞ്ചിക്കില്ല, നിസ്കരിച്ച് നോമ്പോറ്റൊക്കെ ഹജ്ജൊക്കെ ചെയ്ത് നടക്കാനാണ് വിധി. അങ്ങനെ. അപ്പോൾ ഇത് വിധിക്കുന്നത്, അതിന് ഖലാ എന്ന് അറബി പറയും. ആ ഖലാ ഇന്നതാണെങ്കിൽ എനിക്ക് എന്താണ് അതിന് രക്ഷാമാർഗം എന്ന് അദ്ദേഹം ആലോചിക്കട്ടെ എന്ന മറുപടിയാണ് എനിക്കിതിന് പറയാനുള്ളത്.